കൗതുകപൂർണമായ കഥയാണ് കോഴിക്കോട് ഗവൺമെന്റ് ഗണപത് ഗേൾസ് സ്കൂളിലെ ലൈബ്രറിയുടെ കഥ. നടക്കാവ് സ്കൂളിലെ ഒരു പറ്റം കുട്ടികൾ ചേർന്നാണ് ഈ സ്കൂളിന് ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. റിപ്പോർട്ട്. നടക്കാവ് GVHSSലെ കുട്ടികൾ ചാലപ്പുറം സ്കൂളിൽ സംഘടിപ്പിച്ച NSS ക്യാമ്പിലായിരുന്നു ചാലപ്പുറം ഗവൺമെന്റ് ഗണപത് LP സ്കൂളിന് ഒരു ലൈബ്രറി എന്ന ആശയം ഉയർന്നു വന്നത്. ഇതിനായി പണം കണ്ടെത്താൻ എടുത്ത രീതിയാണ് ഏറെ രസകരം. കലോത്സവ കഥകൾ പുസ്തകമായി അച്ചടിച്ച് വിതരണം ചെയ്യാമെന്ന തീരുമാനത്തിലെത്തി. ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി കഥാമത്സരത്തിലെ 23 സൃഷ്ടികളായിരുന്നു ഉള്ളടക്കം. ചത്തപൂക്കൾ വഴക്കിടുമോ എന്ന പേരിൽ 3000 കോപ്പികൾ പുറത്തിറക്കി. വാങ്ങുന്നവർക്ക് ഇഷ്ടവിലയ്ക്ക് പുസ്തകങ്ങൾ വാങ്ങാം എന്നുള്ളതായിരുന്നു ഓഫർ. പുസ്തകങ്ങൾ പ്രതീക്ഷിച്ചതിലും വേഗത്തിൽ വിറ്റഴിഞ്ഞു. അതും പ്രതീക്ഷിച്ചതിലും കൂടുതൽ തുകയ്ക്കാണ് ആളുകൾ വാങ്ങിയത്. പുസ്തകം വിറ്റഴിച്ചാണ് 1.5 ലക്ഷം രൂപ കണ്ടെത്തിയത്. ഇതുൾപ്പെടെ 2 ലക്ഷം രൂപയോളമാണ് നിലവിലുള്ള കെട്ടിടത്തിൽ ലൈബ്രറി ഒരുക്കാൻ ചെലവഴിച്ചത്. ഇന്ന് ഞങ്ങളുടെ ഒരു ചിരകാല അഭിലാഷമായിരുന്നു ഒരു നല്ല ലൈബ്രറി സ്കൂളിൽ സ്ഥാപിക്കുകയായിരുന്നു. അത് ഇന്ന് സശക്തിരിക്കപ്പെട്ടിരിക്കുകയാണ്. കേവലം ഒരു ഒറ്റ ഷെൽഫിലൊതുങ്ങുന്ന ലൈബ്രറിയിൽ നിന്ന് വായനയുടെ വിശാലമായ ലോകത്തേക്ക് കുട്ടികളെ സഞ്ചരിക്കാൻ ഉതകുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ് ഇന്നിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്ചറിലെ ഫാദിലിന്റെ നേതൃത്വത്തിലായിരുന്നു രൂപകൽപ്പന. ലൈബ്രറികളുടെ പരമ്പരാഗത നിർമ്മിതികൾക്ക് പകരം കുട്ടികളെ വായിപ്പിക്കുന്ന രീതിയിലാണ് രൂപഭാവങ്ങൾ. ലൈബ്രറിക്ക് പ്രസാധകരും രക്ഷിതാക്കളും അധ്യാപകരും എഴുത്തുകാരും നൽകിയ 3000-ഓളം പുസ്തകങ്ങളാണ് ഇന്നുള്ളത്. എഴുത്തുകാരി ഖദീജ മുംതാസ് പുസ്തകപ്പുര ഉദ്ഘാടനം ചെയ്തു. കൈരളി ന്യൂസ്, കോഴിക്കോട്.